ആർളം ഫാം ആദിവാസി പുനരധിവാസ മേഖലയിൽ 47 കുടുംബങ്ങൾക്ക് കൂടിയാണ് തിങ്കളാഴ്ച കൈവശാവകാശ രേഖ വിതരണം ചെയ്തത്. മുൻപ് കൈവശരേഖ വിതരണം ചെയ്തതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ കൈവശരേഖ വിതരണം ചെയ്തത്. പട്ടികവർഗ മേഖലയിലെ കുടുംബങ്ങൾ രേഖ ഏറ്റുവാങ്ങി. ആദിവാസി മേഖലയിലെ പോരാട്ടങ്ങളുടെ നേട്ടമാണിതെന്ന് ആദിവാസി ക്ഷേമസമിതി നേതാവ് കെ മോഹനൻ പറഞ്ഞു. കഴിഞ്ഞ 1.5 ദശാബ്ദത്തിലധികമായി ആർളം ഫാമിനകത്ത് കുടിൽ കെട്ടി ഭൂമിക്ക് വേണ്ടി അവകാശം സ്ഥാപിച്ച് 94 കുടുംബങ്ങളായിരുന്നു താമസിച്ചിരുന്നത്. ആ 94 23 കുടുംബങ്ങൾ ഉപകുടുംബങ്ങളായി വരുന്നതുകൊണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് ബാക്കി 47 കുടുംബങ്ങൾക്ക് ഇവിടെ ആർളം ഫാമിനകത്ത് ഭൂമി സർക്കാർ ഇന്ന് പതിച്ച് നൽകുകയാണ്. അവർക്കിന്ന് കൈവശ രേഖ നൽകുകയാണ്. തീർച്ചയായും കഴിഞ്ഞ 1.5 ദശാബ്ദത്തിലധികമായി ആദിവാസി ക്ഷേമസമിതി ഇവരുടെ ഭൂമിക്ക് വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടി അവകാശ സമര പോരാട്ടത്തിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ വർഷത്തിലധികം 52 സമരങ്ങൾ, രാപ്പകൽ സമരങ്ങൾ ഉൾപ്പെടെ 52 സമരങ്ങൾക്ക് ആദിവാസി ക്ഷേമസമിതി നേതൃത്വം കൊടുക്കുകയുണ്ടായി. തീർച്ചയായും ഞങ്ങളെല്ലാം നടത്തിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ 47 കുടുംബങ്ങളെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റാൻ വേണ്ടി ഇന്നിപ്പോൾ ആദിവാസി ക്ഷേമസമിതിയുടെ സമരത്തിൻ്റെ ഭാഗമായി പോരാട്ടത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ അവകാശ പോരാട്ടത്തിൻ്റെ ഭാഗമായി ഈ കുടുംബങ്ങളെ ഭൂമിയുടെ അവകാശികളാക്കി ഞങ്ങൾക്ക് മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ വളരെ അധികം ഞങ്ങൾ ഇന്നിപ്പോൾ സന്തോഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കുടുംബങ്ങൾക്ക് ഭൂമി കൊടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള ജില്ലാ ഭരണാധികാരികൾ, അതുപോലെ തന്നെ പട്ടികവർഗ വികസന വകുപ്പ്, നമ്മുടെ സർക്കാർ ഉൾപ്പെടെ എല്ലാവർക്കും ഈ അവസരത്തിൽ ഞങ്ങൾ അതിയായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഭൂമി നൽകുന്ന നടപടിക്രമം തുടരുമെന്ന് ITDP പ്രൊജക്ട് ഓഫീസർ R. രാജേഷ് കുമാറും വ്യക്തമാക്കി. ഇന്നിപ്പോൾ കൊടുക്കുന്നത് 47 പേർക്കാണ്. അതായത് നമ്മൾ ആർളം ഫാമിന് പുറത്ത് നിന്ന് ഈ ഫാമിനകത്തേക്ക് കയ്യേറി താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അവരുടെ ചിരകാല അഭിലാഷമായിട്ടുള്ള ഭൂമി കൊടുക്കൽ എന്നൊരു പ്രോസസ്സ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 90 പേരെ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് 20 പേർക്ക് നമ്മൾ നേരത്തെ തന്നെ കൊടുത്തിരുന്നു. ബാക്കി സാങ്കേതിക കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ട് ഇന്നിപ്പോൾ ഈ 47 പേർക്കാണ് ഇവിടെ വെച്ചിട്ട് ഭൂമി കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് തന്നെ ഭൂമി പിന്നെ ഒരിക്കൽ കൊടുക്കുകയും അതിനകത്ത് അവർക്ക് പലവിധ കാരണങ്ങൾ കൊണ്ട് താമസയോഗ്യമല്ല എന്നവർ പറഞ്ഞ് അത് പരിശോധിച്ച ജനുവിനാണെന്ന് ബോധ്യപ്പെട്ടുള്ള കേസുകളിൽ നമ്മൾ വീണ്ടും ഒരു 113 പേർക്ക് കൂടിയിട്ട് പ്ലോട്ട് മാറ്റി അവരാവശ്യപ്പെടുന്ന പ്ലോട്ടിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട്. അത് ഈ മാസം തന്നെ അത് കൊടുക്കുന്നതാണ്. പിന്നെ അല്ലാതെ ഫാമിന് പുറത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു 115 പേർക്ക് നമ്മൾ ഈ മാസം 20-ാം തീയതി നടന്നിട്ടുള്ള കഴിഞ്ഞ മാസം 20-ാം തീയതി നടന്നിട്ടുള്ള പ്രോഗ്രാമിൽ കൊടുക്കുകയും ചെയ്യും. 115 പേർക്ക് കൊടുക്കുകയും ചെയ്യും. ആർളം ഫാമിലെ പുനരധിവാസ മേഖലയിലെ 50ഓളം കുടുംബങ്ങൾക്ക് ഇന്ന് ഭൂമിയുടെ കൈവശ അവകാശ രേഖ ലഭിക്കുകയാണ്. മന്ത്രി OR കേളുവാണ് കൈവശ രേഖ വിതരണം ചെയ്യുന്നത്. ഇതോടുകൂടി ആർളം ഫാം പുനരധിവാസ മേഖലയിലെ 50ഓളം കുടുംബങ്ങൾ വലിയൊരു ആശ്വാസത്തിലേക്ക്, സമാശ്വാസത്തിലേക്ക് നീങ്ങുകയാണ്. കാരണം അവർക്ക് അവരുടെ സ്വന്തമായ കിടപ്പാടം, അതിന് രേഖകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ ജീവിതാഭിലാഷമാണ്. ആ ജീവിതാഭിലാഷം സർക്കാരിൻ്റെ ഭാഗമായി പൂർത്തീകരിക്കപ്പെടുന്നു ഇന്നത്തെ ഒരു ദിവസം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മന്ത്രി OR കേളു ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ വളയഞ്ചാലിലെ ഈ കേന്ദ്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് വലിയ ആശ്വാസമാണ് ഈ രേഖ ലഭിക്കുന്നതോടുകൂടി, കൈവശ രേഖ ലഭിക്കുന്നതോടുകൂടി ഉണ്ടാകുന്നത്. അഫ്ലൈനോടൊപ്പം ഷിജിത്ത്, ഏജന്റ് ന്യൂസ്. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.